ഹായ്, ഐ അഷ്ന. ഹായ്, ഐ ഹന്ന. നമ്മൾ രണ്ടാളും ഹക്ക ഡിസൈൻ സ്കൂളിലെ മോൺസറാറ്റ് ബാച്ചിലുള്ള സ്റ്റുഡൻസ് ആണ്. അങ്ങനെ ഒരു ദിവസം നമ്മൾ ക്ലാസ്സിൽ ഇങ്ങനെ വർക്കൊക്കെ ചെയ്യുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മളെ മെൻറ്റേഴ്സ് വരുന്നത്. നമ്മളെ നഭാങ്ക, സഫാങ്ക, ഷിഫ്ക മെൻറ്റർ, എല്ലാ മെൻറ്റേഴ്സ് വന്നിട്ട് നമ്മളോട് പറയാണ് ഇത് ഇവരാർക്കും കൊടുക്കാത്തൊരു പ്രൊജക്റ്റാണ് നമുക്ക് തരാൻ പോകുന്നില്ലേ. അപ്പം നമ്മളിങ്ങനെ ആലോചിച്ച് എന്തുകൊണ്ട് ഈ പ്രൊജക്റ്റ് ഇങ്ങനെ ആർക്കും കൊടുക്കാത്തൊരു ടൈപ്പ് ഓഫ് പ്രൊജക്റ്റ് ആണെന്ന് പറഞ്ഞു. ഹാക്കിൻ്റെ ഒരു പ്രൊജക്ട്സ് എപ്പോഴും നമ്മളോട് പറഞ്ഞു തന്നാൽ അത്രയും വാല്യൂ ആയിട്ടുള്ള ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്ട്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പോർട്ട്ഫോളിയോയിൽ ഇടുമ്പോൾ ഇറ്റ് ഷുഡ് സ്റ്റാൻഡ് ഔട്ട്. ലൈക്ക് ഓരതായിട്ടുള്ള ഒരു പറഞ്ഞ് നമുക്ക് ഇത് മുന്നേ വേറെ ആർക്കും കൊടുക്കാതെ പ്രൊജക്ട് ഒരു ഭയങ്കര കോംപ്ലിമെന്റ് ആയി പറയുന്നതാണ്. ലൈക്ക് നമ്മളെ ബാച്ചിനെ കുറിച്ചുള്ള നമ്മളെ ബാച്ചിന് അത്രയും കേപ്പബിലിറ്റീസ്, അത്രയും പൊട്ടൻഷ്യൽ ഉണ്ട്, അത്രയും അടിപൊളിയായിട്ടുള്ള പ്രൊജക്ട് തരണം എന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മളെ പ്രൊജക്റ്റാണ് പ്രൊജക്ട് ബ്രാൻഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ പ്രൊജക്റ്റ് ഇത്രയായിരുന്നു. നമ്മൾ 2 ചിപ്സ് ഡെവലപ്പ് ചെയ്യണം. പാക്കേജിങ്, അതായത് ആദ്യത്തെ എന്ന് പറഞ്ഞാൽ നോർമൽ ആയിട്ടുള്ളൊരു പാക്കേജിങ്, നമ്മൾ സാധാ ഷോപ്പിലെല്ലാം കാണുന്ന പോലെ. രണ്ടാമത്തെ പറഞ്ഞാൽ ഭയങ്കര പ്രീമിയം ആയിട്ടുള്ളൊരു പാക്കേജിങ് ആയിരിക്കണം എന്നല്ലേ. ജസ്റ്റ് ഡിസൈനിങ് മാത്രമല്ല, ലൈക്ക് സ്റ്റഡി പോലെ, ലൈക്ക് നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ടേക്ക് അവേസും കൂടി എടുക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു പ്രൊജക്റ്റ് ആണ് തന്നത്. ജസ്റ്റ് ഡിസൈൻ ചെയ്തില്ല. ആൾക്കാർ ഇപ്പം നാളെ നമ്മളെ സ്റ്റുഡൻസ് നമ്മളാർക്കെങ്കിലും ചിലപ്പോൾ ബിസിനസ് തുടങ്ങാൻ പറ്റും, പാക്കേജിങ് ഇൻഡസ്ട്രി. അപ്പോൾ ഒരാൾ തുടങ്ങുന്ന സമയത്തൊക്കെ ഈ പാക്കേജിങ് കാരണം എന്താണ് ആൾക്കാർ നോക്കുന്നത്? കളേഴ്സ് ആണോ, ടൈപ്പോഗ്രഫി ആണോ, ലേബിൾസ് ആണോ? കാരണം ഷോപ്പിൽ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ പാക്ക്. അപ്പോൾ ഈ ബിസിനസ്സിൻ്റെ പാക്ക് എങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാമെന്നായിരുന്നു നമ്മൾ മെയിൻ പ്രൊജക്റ്റിൻ്റെ ഒരു ഉദ്ദേശം എന്നല്ലേ. ഒരു പാക്കേജ്, ഒരു ഡിസൈൻ ആൻഡ് പാക്കേജ് അല്ലാതെ പിന്നിൽ തന്നെ ലൈക്ക് ബ്രാൻഡ് ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു പരിപാടിയും കൂടെ ഉണ്ടായിരുന്നു. നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് എന്താണ് ഈ ബനാന ചിപ്സിൻ്റെ കുറിച്ചിട്ടുള്ളൊരു തോട്ട്സ്, വേർഡ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പറഞ്ഞിരുന്നല്ലേ. ഫസ്റ്റ് ക്രിസ്പി ആണോ, ക്രഞ്ച്, എന്താണ് മൂഡ്സ് വരുന്നത്, എപ്പോഴാണ് ആൾക്കാർ കഴിക്കാറ് സ്നാക്സ്. പിന്നെന്ന് പറയുന്നത് പല ഡിഫറെൻറ്റ് ബ്രാൻഡ്സ്. ഇപ്പം നമ്മൾ നോക്കി ബിയോണ്ട് സ്നാക്ക് നോക്കി, പിന്നെ മറ്റേ സ്വദേശി എന്ന് പറഞ്ഞിട്ട്, പിന്നെ അങ്ങനെ പ്യുവർ സ്നാക്സ്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം ഞാൻ കണ്ടിരുന്നു. അതായത് ബിയോണ്ട് സ്നാക്കിന് മേലെ ഒരു അവതാർ കൊടുത്ത് പുഷ്പാൻ്റെ ആ സാധനം കൊടുത്തിട്ട് അതിന് സ്പൈസി ഫ്ലേവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അത് കുറേ ഫൈൻഡിങ്സ് നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാർ അങ്ങോട്ട് നമ്മളങ്ങനെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ തേർഡ് വൺ, നമ്മൾ ഷെൽഫിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് സ്ട്രൈക്ക് ചെയ്യണ പോലത്തെ ഒരു പാക്കേജിങ്, ലൈക്ക് വൈബ്രൻറ്റ് കളേഴ്സും ഇതൊക്കെ യൂസ് ചെയ്തിട്ട്, ഇലിസ്ട്രേഷൻസും യൂസ് ചെയ്തിട്ട് ഒരു പാക്കേജിങ്. നിർമ്മൽ എന്നല്ലേ എൻ്റെ പേര്. 23 ആൾക്കാർ, അതും ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 20 to 30 നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നു. മെയിൻലി ട്രാൻസ്പെറൻസിയും പിന്നെ ലൈക്ക് സ്റ്റോറേജ് ഫീച്ചേഴ്സും പിന്നെ ആ ഒരു കണക്ഷനാണ്. നമ്മൾ അന്നേരം തോന്നിയിട്ടുണ്ട് ആൾക്കാർ ബൈ ചെയ്യുന്നത് പ്രൊഡക്റ്റ് അല്ലായിരുന്നു. ഒരു പറയുന്നതാണ് ആ കാണാൻ പറ്റുന്നുണ്ട്, നമ്മൾ ചെറുപ്പത്തിൽ നിന്ന് കാണുന്ന പാക്കറ്റ്, നോസ്റ്റാൾജിക് എന്നൊക്കെ പറഞ്ഞിട്ട്. മൂഡ് ബോർഡാണ് നമ്മൾ ഫസ്റ്റത്തെ മൂഡ് ബോർഡ് ഇരുന്നത്. അതിൽ നമ്മൾ ശ്രദ്ധിച്ച കാര്യങ്ങൾ പൗച്ച് പാക്കേജിങ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഡിസൈനിങ്ങിൽ ഏർത്തി കളേഴ്സ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നത്. പിന്നെ അതേപോലെ എന്താ പറയുക, ഇലിസ്ട്രേഷൻസ്, സ്റ്റോറി ടെല്ലിംഗ് പരിപാടി കൊണ്ടുവരാൻ നമ്മളെ റെയ്ഹാനൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ, കഥ നല്ല വേണം. ഇങ്ങനെ ആൾക്കാർക്ക് കാണുമ്പോൾ അതിലിങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സാധനം വേണമെന്ന് പറഞ്ഞത്. അതിലുണ്ടെങ്കിൽ ഓരിപ്പോൾ ഏത് നാട്ടിൽ പോയാലും, ഇപ്പോൾ ഗൾഫിൽ പോലും പുറത്തൊക്കെ പോയാലും പാക്ക് എടുത്ത് നോക്കുമ്പോൾ ഒരു വാംനെസ്, ഒരു വാംത്ത്, ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉണ്ടാവണം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തന്നെ കുറെ പിൻട്രസ്റ്റിലും ഇതിലൊക്കെ പാക്കേജസ് നോക്കിയപ്പോൾ ചില പാക്കേജസ് കണ്ടപ്പോൾ നമുക്ക് തന്നെ തോന്നി ലൈക്ക് നമ്മളെ കയ്യിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ ലൈക്ക് ഐ വുഡ് കീപ് ഇറ്റ്. ഞാനും കീപ്പ് ചെയ്യും. പിന്നെ ഇതിന് പാക്കേജിങ്ങിനെ കുറിച്ചിട്ട് നമുക്കൊരു ബേസ് ഉണ്ടായിരുന്നില്ലല്ലോ. നോ ബേസ് അറ്റ് ഓൾ. ഡൈലൈൻ എന്താന്ന് പോലും അറിയുന്നില്ല നമുക്ക്. എന്താണ് ഡൈലൈൻ, സത്യം പറഞ്ഞ ഡൈലൈൻ എന്താ പോലും അറിയുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെ ഫ്രണ്ട്, ഞങ്ങളെ ക്ലാസ്മേറ്റ് ഷർജിയിലാണ്. ലൈക്ക് ഷർജിയിൽ ഉള്ളതുകൊണ്ടാണ് ആ ഡൈലൈൻ്റെ പരിപാടി മര്യാദക്ക് നടന്നത്. ഫസ്റ്റ് ലോഗോ ആണ് നമ്മൾ ഉണ്ടാക്കിയത്. കൈൻ്റെ ഒരു സിമ്പിൾ ലോഗോ, ലൈക്ക് ആ ബിഹേവിയർ, ലൈക്ക് ആ ലോഗോയിൽ തന്നെ കുറച്ച് ബിഹേവിയർ ബനാന ലീവ്സിൻ്റെയും ബനാനേൻ്റെയും ബിഹേവിയർ കൊണ്ടുവരാന്നുള്ള ഒരു ഉണ്ടായിരുന്നു. അതേപോലെ കേരള, നമ്മൾ കേരള തനിമ, കേരളത്തിനെ റെപ്രസെന്റ് ചെയ്യണം എന്നുള്ള വിഷ്വൽസ് ഉണ്ടാക്കണം, ഐക്കൺസ് ഉണ്ടാക്കണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് നമ്മൾ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇൻഗ്രീഡിയൻസിൻ്റെ സ്ഥലത്ത് ലൈക്ക് നമ്മൾ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് പറയാമെന്നാണ് വിചാരിച്ചത്. ലൈക്ക് ഒരു കുക്കിംഗ് മൂഡില്ല. അതായത് നമ്മളിങ്ങനെ ചേച്ചി പറയും, നമ്മളിങ്ങനെ ഓർമ്മ, നമ്മളെല്ലാവരും വട്ടത്തിലിരുന്നിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ചേച്ചി ഇങ്ങനെ എന്താ സ്വാദ്, അപ്പോൾ ചേട്ടൻ പറയും എന്നാലും നീ ഇതെങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ ചേച്ചി പറയുന്നുണ്ട് വറുത്തക്കായ നമ്മൾ പൊരിച്ചിട്ട്
ഇങ്ങനെ ലേശം ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം നമ്മൾ ഇൻഗ്രീഡിയൻസ് വെറും ഇവിടെ ഇങ്ങനെ എഴുതി കാണിക്കണ്ട, ആൾക്കാർ ഇതൊന്നും കണ്ടിട്ട് ഇങ്ങനെ വച്ചിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പൊ ചേട്ടൻ ലാസ്റ്റ് പറഞ്ഞു വാഴ വെച്ചത് നന്നായി അല്ലേന്ന്. ആ ഒരു ഏരിയ നല്ല ലൈക്ക് ആ ഒരു സമയം ഭയങ്കര മെമ്മറബിൾ, ഭയങ്കര മെമ്മറി. കാരണം നമ്മൾ വിചാരിച്ചത് ക്ലിക്ക് ആവും, കാരണം ഇങ്ങനെല്ലാം വായിക്കുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പൊ ബാക്കി ആൾക്കാർ ഇഷ്ടമാണെന്ന് നമ്മൾ വിചാരിച്ചിരുന്നത് അല്ലേ. ലൈക്ക് നമ്മളിത് ഫുള്ള് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം യുവർ ലൈക്ക് എവരിബഡി വാസ് ലൈക്ക് വാവ് നൈസ്. കാണുന്ന ആൾക്കാരെല്ലാം പറയുന്നത് നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്, ഇലിസ്ട്രേഷൻസ് നല്ല രസമുണ്ട്, കഥ നല്ല രസമുണ്ട്, ഇത് ക്ലിക്ക് ആവും, ഇതിന് റെഡി ആവും. നമ്മൾ വിചാരിച്ച ആ പ്രൊജക്റ്റ് കഴിഞ്ഞു, ഇപ്പൊ 2 ദിവസം കഴിഞ്ഞ് ബീച്ചിൽ പോണം, ഡേറ്റ് എടുക്കണം കഴിഞ്ഞെന്നൊക്കെ വിചാരിച്ചിരുന്നത്. ഫുൾ വെൽ പ്ലാൻഡ് ആയിരുന്നു. പക്ഷെ ആ പ്ലാനൊന്നും അവിടെ നടന്നില്ല. അങ്ങനെ നമ്മള് മെന്റേഴ്സിന്റെ അടുത്ത് പോയപ്പോഴാണ് ഓരോ എനിക്ക് ഓർമ്മ ഉണ്ട്. ആദ്യം നബാൻക്കാണെന്ന് തോന്നുന്നു ഇങ്ങനെ കണ്ടിട്ടാ ഇലിസ്ട്രേഷൻ നല്ല ഉണ്ട്, ഇത് ആരെ വരച്ചെന്നൊക്കെ ചോദിച്ചു. അപ്പൊ നമ്മളിങ്ങനെ അഫ്നാണ് റെഹാനൊക്കെ എന്ന് പറഞ്ഞു. ഇതിനൊരു പ്രീമിയം ലുക്ക് വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മളിങ്ങനെ ആകെ ഓക്കെ റിജക്റ്റഡ് ഫീലിങ്ങിലേക്ക് വന്നത്. കാരണം ഇതിനൊരു പ്രീമിയംനെസ് വന്നിട്ടില്ല, ഒരു എക്സ്പെക്റ്റഡ് സാധനം വന്നിട്ടില്ല എന്ന് ഫീൽ ചെയ്തിട്ടായിരുന്നു. അപ്പൊ എനിക്ക് നല്ല വിഷമമായോ. കൊറേ എഫേർട്ട് ഇട്ടിട്ട് ചെയ്തിട്ട് കൊറേ റിഫൈൻമെന്റ്സും നമ്മള് ചെയ്തല്ലോ അതിന്റെ ഇടക്ക്. സത്യം. ഇത് ഇങ്ങനെ ഇത് മാത്രല്ല, ഡൈലൈന് നമ്മൾ എത്ര പ്രിന്റ് എടുത്തിരുന്നു. ഡൈലൈന് നമ്മളൊരു 5-6 വട്ടം പ്രിന്റ് എടുത്തിട്ടുണ്ടാവും. ഷർജിയിലാണ് അതിന്റെ മെയിൻ ആള്. കൊറേ അതിന്റെ പിന്നാലെ നടന്നിട്ടുണ്ട്. അതന്നെ ഡൈലൈന് പ്രിന്റ് എടുത്ത് ഇതൊക്കെ നമുക്ക് അറിയില്ലല്ലോ എന്ത് സൈസാണ് വേണ്ടത്. അതേപോലെ നമ്മൾ മെന്റർ ഡാനിഷ് നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ റിജക്റ്റഡ് ആയി. പിന്നെ 2 ദിവസം നമ്മൾ ശോകത്തിൽ ഇരുന്നിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളിങ്ങനെ ആലോചിക്കായിരുന്നു എന്താണ് ഈ പ്രീമിയം ഫീൽ. കാരണം നമുക്കറിയില്ല ഒരു സാധനം കാണുമ്പോൾ ഇതൊരു പ്രീമിയം ലുക്കാണെന്ന്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ്. ഇതിന് ശേഷമാണ് പിന്നെ നമ്മൾ ആലോചിക്കാൻ തുടങ്ങിയല്ലേ പ്രീമിയം ഫീൽ. ഞങ്ങള് ജസ്റ്റ് ഒരു കുറച്ച് വൈറ്റ് സ്പേസും പിന്നെ അതൊക്കെ പ്രീമിയം ആവും എന്ന് വിചാരിച്ചു. പിന്നെ കളേഴ്സിലൊക്കെ ഇതിലൊക്കെ ലൈക്ക് വെരി കളർഫുൾ ആണ്. അപ്പൊ അവിടെ ഫൺ, ഇതില് പ്ലേഫുൾ, നമ്മളോട് അങ്ങനെയല്ല പറഞ്ഞു നബാന്, ഇതിലൊരു പ്ലേഫുൾ മൂഡ് വന്നിട്ടുണ്ട് എന്നാണ് സഫ്വാനും നബാനോട് നമ്മളോട് പറഞ്ഞത്. അങ്ങനെ പിന്നെ അന്ന് രാത്രി നമ്മൾ പറഞ്ഞു ഓക്കെ എന്തും വേണ്ടില്ല നമ്മൾ ഒന്നുകൂടി ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇരുന്നിട്ടുണ്ടായത്. അടുത്ത ദിവസം ഓർമ്മ നമ്മൾ തന്നെ വീണ്ടും മൂഡ് ബോർഡ് ഉണ്ടാക്കാൻ തുടങ്ങി. അതിൽ എന്തൊക്കെയാ ചേഞ്ചസ് വേണ്ട ഫുള്ള് നോട്ട് ചെയ്ത് എന്തൊക്കെ ചേഞ്ചസ് നമ്മൾ കൊണ്ടുവരുമെന്ന് വിചാരിച്ചിട്ടുണ്ടായത് മൂഡ് ബോർഡ്. നമ്മൾ കളേഴ്സിന്റെ ഒരു എണ്ണം കുറക്കാൻ വിചാരിച്ചു. അതായത് ഒരു കളറിൽ തന്നെ 3 ഷെയ്ഡ്സ് കൊടുക്കുക. ഗ്രീൻ ആണെങ്കിൽ ഗ്രീനിന്റെ ഡിഫറെന്റ് ഷെയ്ഡ്സ് കൊടുക്കുക. കാരണം നമ്മൾ നോട്ടീസ് ചെയ്ത് പിൻട്രസ്റ്റിലൊക്കെ പ്രീമിയം വൈബ്സിന് സിമ്പിൾ കളേഴ്സാണ് കൊടുക്കുന്നത്, ഡിഫറെന്റ് കളേഴ്സ്. അല്ലെങ്കിൽ നമ്മൾ കുറേ കളേഴ്സ് കൊടുത്തിട്ടുണ്ട്, ലൈക്ക് വൈബ്രന്റ് കളേഴ്സ് അല്ലാണ്ട് ഒരു പ്രീമിയം. ഇപ്പൊ ഇതൊക്കെ ഭയങ്കര വൈബ്രന്റ് പ്ലേഫുൾ വൈബ്സ്, ലൈക്ക് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് കളേഴ്സിന്റെ ഒക്കെ. കുറച്ചുകൂടെ ഡാർക്ക് ടോണ് ലൈറ്റ് ടോണൊക്കെ യൂസ് ചെയ്യാൻ വിചാരിച്ച് ടെക്സ്ചറും മാറ്റി. നമ്മൾ ഇതിൻ്റെ ഒരു പേപ്പർ ടെക്സ്ചർ ആണെങ്കിലും ന്യൂയിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ഒരു പുതിയ ഇതിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി തിക്കായിട്ടുള്ള ഫീൽ ഗുഡ് ടെക്സ്ചറിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഔട്ട് എടുക്കും നമ്മൾ നല്ലോണം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. നിർത്തിയിട്ടില്ല, ലൈക്ക് ഇടക്കിടക്ക് ചോദിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡ്രോപ്പ് ചെയ്താലോ. ഓർമ്മയുണ്ട് അന്ന് നമ്മൾ ലാസ്റ്റ് മീറ്റിലിരുന്നപ്പോൾ പോണോ ഇത് നടക്കോ ഇല്ലേന്ന്. പക്ഷെ എല്ലാവരും പറഞ്ഞില്ല, നമ്മൾ ഇതുവരെ എത്തി, നമ്മളിത് പുൾ ഓഫ് ചെയ്തിട്ടുണ്ടല്ലോ പോവാ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് എനിക്ക് ഓർമ്മ ഉണ്ട് മെന്റേഴ്സിന്റെ അടുത്ത് പോകുന്ന മുന്നേ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നല്ലോ, അപ്രൂവ് ആവോ ഇല്ലയോ, ഓക്കെ ആവോ, ഇതിന്റെ ചേഞ്ചസ് ആക്കണോ, ഇനി ഒരു വെറുതെ ഒരു ഓക്കെ പറയോ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ഒരു പറഞ്ഞില്ലേ അടിപൊളിയാണ് അപ്പൊ നമുക്കിങ്ങനെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം അത്രയും വീക്സ് ആണ് നമ്മൾ ഓരോരുത്തരെ നമുക്ക് ഇന്റേൺഷിപ്പ് നടക്കുന്നുണ്ടായിരുന്നു, പ്രൊജക്ട്സ് നടക്കുന്നുണ്ടായിരുന്നു, അതിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് ആയിരുന്നു. അങ്ങനെ നമ്മൾ അവസാനം എത്തി. ഇത്രേ ദിവസത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് നമ്മളിത് രണ്ടും കണ്ടിരിക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ ഭയങ്കര സന്തോഷം. കാരണം ഇത് നമ്മൾ റിജക്റ്റഡ് ആയ പാക്കേജാണ്, ഇത് നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത അപ്രൂവ്ഡ് പാക്കേജാണ്. ഈ റിജക്റ്റിൽ നിന്ന് അപ്രൂവ്ഡിലേക്ക് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ പഠിച്ചത് ക്ഷമയാണ്. കാരണം വെറുതെ ഒരു ഡിസൈൻ പഠിക്കുക, വെറുതെ ടൂൾസ് പഠിക്കുക എന്നതിനപ്പുറത്തേക്ക് പേഴ്സണാലിറ്റി ലൈഫിൽ ഉണ്ടാവേണ്ട എത്തിക്സ് നമ്മൾ പഠിച്ചു, എങ്ങനെ ഡിസിപ്ലിൻ ഉണ്ടാവണമെന്ന് പഠിച്ചു. കാരണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഗിവ് അപ്പ് ചെയ്യാതെ വീണ്ടും ട്രൈ ചെയ്യുക, വീണ്ടും എക്സ്പെരിമെൻ്റ് ചെയ്യുക, വീണ്ടും റെഫറൻസ് നോക്കുക, ഇൻസ്പിറേഷൻസ് നോക്കുക, മെൻറ്റേഴ്സിൻ്റെ അടുത്ത് പോയിക്കൊണ്ടിരിക്കുക, എക്സ്പെരിമെൻ്റ് ചെയ്യുക. ഇതൊന്നും ചില്ലറ കാര്യമല്ല.
പക്ഷെ അതിലൂടെ ക്ഷമ നല്ലോണം പഠിച്ചു. ക്ഷമ പഠിക്കുന്നതോടനുസരിച്ചുകൊണ്ട് എന്തായി ഡിസൈൻ്റെ ക്വാളിറ്റി കൂടുതലും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാര്യം നമ്മൾ പഠിച്ചു അല്ലേ. പിന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ടീം വർക്ക് പഠിച്ചു. സത്യം. ബിഗ് ലെവൽ നമ്മൾ ടീം വർക്ക് പഠിച്ചു. ലൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പുഷ് ചെയ്തിട്ട് ലൈക്ക് നമ്മൾ കുറേ പോയിന്റ്സ് തന്നെ നമ്മൾ ഡ്രോപ്പ് ചെയ്യട്ടെ എന്നുള്ളൊരു രീതിക്ക്. പക്ഷെ അവിടെ വേറെ ഒരാളുണ്ടാവും ലൈക്ക് ഡ്രോപ്പ് ചെയ്യണ്ട, ലൈക്ക് യു ഓൺലി അങ്ങനെ കുറേ പുഷ് ചെയ്തിരിക്കണേ ലൈക്ക് ഡ്രോപ്പ് ചെയ്യണ്ട, കുറച്ചുകൂടെ അല്ല തീരും, ഇതിനുള്ള ഔട്ട്കം കിട്ടും എന്നുള്ളൊരു ഇത് അതാണ്. അപ്പോൾ അതേപോലെ എനിക്ക് ഓർമ്മയുണ്ട് ഈ ഒരു പോയിന്റിൽ എനിക്ക് നല്ല മടുക്കുന്നുണ്ടായിരുന്നു ഡിസൈനൊക്കെ ഇത് ചെയ്ത് പിന്നെയും. പക്ഷേ ഈ പറയുന്നുണ്ടല്ലോ അതിൻ്റെ ഡിസൈൻ്റെ ലെവലും കൂടി നമ്മളിതിൽ ഇൻക്രീസ് ചെയ്ത് നല്ല ക്വാളിറ്റി സാധനം. പിന്നെ നമ്മുടെ ടീമിൽ ഓരോരുത്തർ അവർക്ക് എന്താണ് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ചെയ്ത് നമ്മൾ ഫോക്കസ്. ഇപ്പോൾ അഫ്ന ഇലിസ്ട്രേഷൻസ് എല്ലാം ചെയ്തു, റിസ്വാൻ ആയിക്കോട്ടെ ലേഔട്ടിൻ്റെ കാര്യം, സ്ട്രക്ചറും. ഏറ്റവും രസമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഇത്ര രാത്രി വിളിച്ചാലും വരും. എനിക്ക് ഓർമ്മയുണ്ട് റെയ്ഹാനൊക്കെ കല്യാണത്തിനോ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് അതിനും വരും. അത്രയും ഡെഡിക്കേറ്റഡ് ഒരു സാധനമായിരുന്നു നമ്മുടെ ടീമിൻ്റെ ഒരു എഫേർട്ടില്. ഒന്നിലും നമുക്ക് ഒരു ഇല്ലാണ്ടായിട്ടില്ല. പലർക്ക് എന്തെങ്കിലും അറിയില്ലെങ്കിൽ അത് പഠിക്കണമെന്നുണ്ട്. പക്ഷെ അവരും മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഇതിനെ കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഇല്ല, എങ്ങനെ നടക്കണം എന്നറിയില്ല, പക്ഷെ എനിക്ക് കൂടണം. അങ്ങനെ അവർ വന്നിട്ടും കൂടുതൽ ഇൻവോൾവ് ആക്കിയിട്ടുണ്ടായിരുന്ന ഒരു പ്രൊജക്റ്റായിരുന്നു. അതേപോലെ നമ്മൾ പഠിച്ചു പാക്കേജിങ് ഇൻഡസ്ട്രിയിൽ ഇറ്റ്സ് നോട്ട് എൻ ഈസി തിങ്. ആൾക്കാർ നല്ലോണം പാക്കേജിങ് ജഡ്ജ് ചെയ്യുന്നുണ്ട്. ബ്രാൻഡ് ഐഡന്റിറ്റി ആയിക്കോട്ടെ അല്ലെ, കളേഴ്സ് ആയിക്കോട്ടെ, അതിൽ എഴുത്തുകൾ ഉണ്ടെങ്കിൽ ആൾക്കാരത് ടച്ച്, ഫീല്, സെൻസറി ഒക്കെ ആൾക്കാർ നോക്കുന്നുണ്ട്. ഞാനിങ്ങനെ ആലോചിക്കും അടുത്ത പ്രാവശ്യം നമ്മൾ മാർക്കറ്റിൽ പോകുമ്പോഴും നമ്മളും അത് തന്നെയല്ലേ ചെയ്യുന്നത്, ഇങ്ങനെ നോക്കി ഫുള്ള് അല്ലേ ചെയ്യുന്നത്. അതാണ് നമ്മൾ ലൈക്ക് എങ്ങനെയാണ് ഒരു മാർക്കറ്റിൽ ബ്രാൻഡ് പൊസിഷൻ ചെയ്യാന്ന് പഠിച്ച് ലൈക്ക് അത് മെമ്മറബിൾ ആവണം. ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ മെമ്മറബിൾ ആവണം. ഇറ്റ് ഷുഡ് ലീവ് ആൻ ഇമ്പാക്ട്. അപ്പൊ നീ മാനിഫെസ്റ്റ് ചെയ്ത പോലെ തന്നെ അതിൽ ആദ്യം ആഗ്രഹിച്ചിരുന്നു മെമ്മറബിൾ ആയ പാക്കേജ്. ഇന്ന് എനിക്കിത് കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഫീലിംഗ് ആയിരുന്നു. ഔട്ട്കം ലൈക്ക് ആ ഒരു ഔട്ട് കറക്റ്റ് ഉദ്ദേശിച്ച പോലെ നമുക്ക് അതിനേക്കാളും ബെറ്റർ ആയിട്ട് കിട്ടിയെന്നാണ് എൻ്റെ ഒരു ഇത്. യെസ്.